PSC നിയമനങ്ങളിൽ UGC നിയമം കർശനമാക്കിയ ഉത്തരവ് പൂഴ്ത്തിവച്ചതായി പരാതി. ഭാരതീയർ അടക്കമുള്ള സർവകലാശാലകളുടെ ബിരുദ അംഗീകാരം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവാണ് പൂഴ്ത്തിവച്ചത്. 3 മാസം മുൻപ് PSC പുറപ്പെടുവിച്ച ഉത്തരവ് പ്രസിദ്ധീകരിക്കാതിരുന്നതിന് പിന്നിൽ അനധികൃത നിയമനങ്ങൾ സംരക്ഷിക്കാനുള്ള ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെന്നും ആക്ഷേപം. സെപ്റ്റംബർ 25 PSC പുറപ്പെടുവിച്ച ഉത്തരവാണ് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ചത്. 2015 അധ്യയന വർഷം മുതൽ ഭാരതീയർ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസം മുഖേന ഡിഗ്രി നേടിയവർക്ക് UGCയുടെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം ഉണ്ടാകില്ല. ഈ വിവരം റിക്രൂട്ട്മെന്റ് വിഭാഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിർദ്ദേശിച്ചായിരുന്നു PSCയുടെ ഉത്തരവ്. വിദൂര വിദ്യാഭ്യാസം മുഖേനയുള്ള യോഗ്യതകളുടെ സ്വീകാര്യത നിർണ്ണയിക്കുമ്പോൾ UGC വെബ്സൈറ്റ് പരിശോധിച്ച് കോഴ്സിന് അംഗീകാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണെന്നും PSC ചെയർമാന്റെ ഉത്തരവിൽ പറയുന്നു. ഭാരതിയാർ, പെരിയാർ, ഭാരതിദാസൻ, മദ്രാസ്, അണ്ണാമലൈ, മധുരൈ കാമരാജ്, അളഗപ്പ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും ഉത്തരവ് ബാധകമാണ്. ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ അപേക്ഷ നൽകിയതോടെയാണ് ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവന്നത്. ഉത്തരവ് പൂഴ്ത്തിവെച്ച നടപടി ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ പഠനം പൂർത്തിയാക്കി സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് കനത്ത പ്രഹരമായി മാറും. ഇക്കാലയളവിൽ ഇത്തരം യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി ഉപയോഗിച്ച് താൽക്കാലിക ജോലി നേടിയവരെയും സ്ഥാനക്കയറ്റം നേടിയവരെയും സംരക്ഷിക്കാനുള്ള PSCയുടെ നീക്കമാണ് ഉത്തരവ് പൂഴ്ത്തിയതിന് പിന്നിൽ എന്നാണ് ആക്ഷേപം. ഫയൽ ഉത്തരവോ നിർദ്ദേശമോ ഇല്ലാതെ സാധാരണയായ ഉത്തരവുകൾ പ്രസിദ്ധീകരിക്കാറില്ല എന്നാണ് PSCയുടെ വിചിത്രവാദം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2024 മാത്രം 76 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് PSC മുഖാന്തരമുള്ള വിവിധ തസ്തികകളിലേക്ക് അപേക്ഷകൾ സമർപ്പിച്ചത്. UGC മാനദണ്ഡമില്ലാത്ത സർവകലാശാലകളിലെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ ഈ കണക്കിൽപ്പെടും. ഇത്രയും പ്രാധാന്യമർഹിക്കുന്ന ഉത്തരവ് പൂഴ്ത്തിവെച്ചത് മൂലം നിരവധി ഉദ്യോഗാർത്ഥികളുടെ ഭാവിയാണ് PSC തുലാസിലാക്കുന്നത്. ക്യാമറമാൻ ഷിബു ചെടിച്ചേരിക്കൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.